بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ ഖബറിടം അള്ളാഹു സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം വൈവാഹിക ജീവിതത്തിന്റെ ചില പ്രയാസങ്ങൾക്ക് ഖുർആൻ ആദ്യം മുതൽ ഇടപെടുന്നു എന്ന ഒരു സന്ദേശമാണ്. സർവശക്തനായ അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവിധ അഭിവൃദ്ധിയും സന്തോഷങ്ങളും നിലനിർത്തി തരട്ടെ എന്ന് വീണ്ടും ദുആ ചെയ്യുകയാണ്. സത്യത്തിൽ വിവാഹ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ കൈകാര്യം ചെയ്യുന്ന ആള് ഭർത്താവാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞത് ബിയദിഹി ഉഖദത്തുൻ നിക്കാഹ് എന്നാണ്. നിക്കാഹ് എന്ന് പറയുന്ന ആ മഹത്തായ കർമ്മത്തിലൂടെ സുദൃഢമായ ബന്ധത്തിന്റെ നിയന്ത്രണം അവന്റെ കയ്യിലാണ്. നിക്കാഹുകളെ നിലനിർത്തിക്കൊണ്ടുപോവാൻ ഏറ്റവും വലിയ റോൾ കൃത്യമായി ചെയ്യേണ്ടത്, വിവാഹ ജീവിതത്തെ നിലനിർത്തിക്കൊണ്ടുപോവാൻ ആ ഒരു രംഗം വളരെ ഭംഗിയായി നിർവഹിക്കേണ്ടത് ഭർത്താക്കന്മാരാണ്, പുരുഷന്മാരാണ്. മറ്റൊരായത്തിൽ പറയുന്നത് അർരിജാലു ഖവ്വാമൂന അലൻ നിസാ എന്നാണ്. നിയന്ത്രണം ആണുങ്ങളിലാണ് എന്നാണ്. നിയന്ത്രിക്കുന്നവർ ക്ഷമയുള്ളവരും പക്വതയുള്ളവരും ആവണം, നിയന്ത്രിക്കപ്പെടുന്നവരെക്കാൾ എന്തുകൊണ്ടും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും ഇസ്ലാം നൽകുന്ന ആത്മീയ ബോധവൽക്കരണത്തിന്റെ ചില ഉദാഹരണങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ തുടർന്നുള്ള വാക്കുകളിൽ വരുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സാധാരണ ഒരാളുടെ പോരായ്മകളെ വിലയിരുത്താൻ വേണ്ടിയിട്ട് ആര് ശ്രമിച്ചാലും ആ പോരായ്മകളെ എമ്പാടും കണ്ടെത്താൻ കഴിയും. അത് ലോകത്തിന്റെ ഒരു രീതിയാണ്. പോരായ്മകൾ നിറഞ്ഞ മനുഷ്യ ജീവിതത്തിൽ ഒരാളെ ചൂണ്ടിയിട്ട് അയാളുടെ പോരായ്മകളെ വിലയിരുത്താൻ മറ്റൊരാളും മെനക്കെട്ട് കഴിഞ്ഞാൽ ധാരാളം പോരായ്മകൾ കാണാൻ കഴിയും. എന്നെ സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും പോരായ്മകളെ തേടിയാൽ ധാരാളം എന്നിൽ കാണപ്പെടാം. അതുപോലെ നേരെ തിരിച്ചും ഇത് മനുഷ്യരിലെ അള്ളാഹു വെച്ചിരിക്കുന്ന ഒരു വലിയ വൈകല്യമാണ്. അങ്ങനെയെങ്കിൽ കൂടെ ജീവിക്കുന്ന ജീവിത പങ്കാളിയുടെ പോരായ്മകളെ എമ്പാടും എല്ലാവർക്കും പരസ്പരം ബോധ്യപ്പെടുന്ന കാര്യമാണ്. ആ പോരായ്മകളെ പരിഹരിച്ചു പോവുകയും അതിനെ സ്നേഹത്തിലൂടെ അറിഞ്ഞിട്ട് അറിയാതെ മൗനമായി അതിനെ അനുഭവിച്ചു പോകലും അതിനെ സ്നേഹം കൊണ്ട് മറച്ചു കളയലും ഒക്കെ ഓരോ വൈവാഹിക ജീവിതം നിലനിന്ന് പോവാൻ അനിവാര്യമായ കാര്യങ്ങളാണ്. ഏതായാലും എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്ന ഒരു പെണ്ണിനെ കണ്ടെത്തുക എന്നത് പ്രയാസമാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഒരു പുരുഷൻ അല്ലെങ്കിൽ പൊതുസമൂഹം വിലയിരുത്തുന്ന ഏത് നന്മകളുടെ അളവുകോല് വെച്ച് പരിശോധിച്ചാലും ഉന്നതിയുടെ ഏതെല്ലാം മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് വിലയിരുത്തിയാലും പോരായ്മകൾ ഏറെ കാണാൻ സാധ്യതയുണ്ടെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ആ പോരായ്മകൾ ബോധ്യപ്പെടുന്നിടത്ത് അള്ളാഹു ഖൈർ നൽകുമെന്ന പ്രതീക്ഷയുണ്ടെങ്കിൽ അള്ളാഹു ഖൈർ നൽകുമെന്നും പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നതും നമുക്ക് കാണാൻ കഴിയും. ഒരിക്കൽ സ്വഹാബികളുടെ ഇടയിൽ വെച്ച് ഇമാം തൊബ്രാനി അവിടുത്തെ അൽ മുഅ്ജമുൽ കബീറിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, عن أبي أمامة رضي الله عنه قال رسول الله صلى الله عليه وسلم مثل المرأة الصالحة في النساء كمثل الغراب الأعصم. എല്ലാം ഒത്തിണങ്ങിയ ഒരു സ്വാലിഹത്തായ പെണ്ണിന്റെ ഉപമ എന്ന് പറയുന്നത് ഗുറാബുൽ അഅസം, പ്രത്യേക തരത്തിലുള്ള ഒരു കാക്കയെ പോലെയാണ് എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഗുറാബ് എന്ന് പറഞ്ഞ കാക്ക, അൽ അഅസം വെളുത്ത കാക്ക. ആ രീതിയിൽ സാധാരണയിൽ കാണപ്പെടാത്ത രൂപസാദൃശ്യതയുള്ള അല്ലെങ്കിൽ രൂപവും കോലവുമുള്ള ഒരു കാക്ക എന്ന് പറയുന്ന പക്ഷിയെ പോലെ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണിനെ ഉപമിക്കാം. അപ്പോഴുണ്ട് ഒരു സ്വഹാബി എഴുന്നേറ്റിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്
വമൽ ഖുറാബുൽ അഅസം, നബിയെ കാക്ക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകും, കാക്ക പക്ഷി ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അൽ ഖുറാബുൽ അഅസം, അഅസമായ കാക്ക എന്നാ അങ്ങ് പറഞ്ഞത്. എന്താണ് നബിയെ അഅസമായ കാക്ക? അഅസമായ കാക്കയെ പോലെ ആയിരിക്കും എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ പെണ്ണ് എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾക്ക് മനസ്സിലായില്ല അഅസമായ കാക്ക. ഹബീബ് പറഞ്ഞു, അല്ലദീ ഇഹ്ദാ റിജ്ലൈഹി ബൈളാ, ഒരു കാക്കയെ കാണുമ്പോൾ അതിന്റെ രണ്ട് കാലും കറുത്തിരിക്കുന്ന, അതിന്റെ ശരീരത്തിൽ ഏറ്റവും കറുപ്പുള്ള ഭാഗം എന്ന് പറയാൻ പറ്റുന്നത് അതിന്റെ രണ്ട് കാലാണ്. കാക്ക പൊതുവെ കറുത്ത രൂപമാണെങ്കിലും തിളക്കമുള്ള കറുപ്പ് അതിന്റെ കാലിനായിരിക്കും. രണ്ട് കറുത്ത കാലുള്ള കാക്ക എന്ന ഒരു സങ്കല്പത്തിൽ നിന്നുകൊണ്ട് സഹാബ, ഒരു കാല് തൂവെള്ള നിറവും മറ്റേത് കടും കറുപ്പ് നിറവും, ഈ രീതിയിൽ ഒരു കാക്കയെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? പറ്റില്ലല്ലോ. എന്ന പോലെയാണ് എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്ന ഒരു പരിപൂർണത അവകാശപ്പെടാൻ പറ്റുന്ന പെണ്ണിന്റെ ഉപമയെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു ആത്മീയമായ ബോധവൽക്കരണത്തിന്റെ സ്ട്രക്ചറിലൂടെ ഇസ്ലാമികമായ ചിന്തയിൽ കഴിയുന്ന ഒരു വൈവാഹിക ജീവിതത്തിന്റെ നൗക യാത്ര ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോവാം. അള്ളാഹു ഈ ബോധം എപ്പോഴും എല്ലാവരിലും നിലനിർത്തട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും പരസ്പര ക്ഷമയും പരസ്പര അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പരമുള്ള ആർദ്രതയും, അങ്ങനെ ഉണ്ടല്ലോ ആർദ്രത, ആവശ്യപ്പെടാതെ ഉള്ളറിഞ്ഞ് ചെയ്തു കൊടുക്കുന്ന കാര്യമാണ് ആർദ്രത. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വേണം. ദാമ്പത്യം എന്ന വാക്ക് പോലും ലോപിച്ചു വന്നത് ഈ ഒരു മീനിങ്ങിൽ നിന്നാണ്. ദമ്പത്യം, ദാനം ചെയ്യുക, പരസ്പരം ക്ഷമിക്കുക, സഹിക്കുക, സഹായിക്കുക എന്നൊക്കെ അർത്ഥം വരുന്ന രണ്ട് പദങ്ങളിൽ നിന്നും നിഷ്പന്നമായ ഒരു പ്രയോഗമാണ് മലയാളത്തിൽ വന്ന ദാമ്പത്യം. പരസ്പരം ക്ഷമ വേണം. ദാമ്പത്യം എന്ന പദം സൂചിപ്പിച്ച പോലെ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് ഇമാം ഗസാലി അവിടുത്തെ ഇഹ്യാഇൽ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാം. അവിടുന്ന് പഠിപ്പിച്ചു, പരസ്പരം ക്ഷമിക്കണമല്ലോ, ക്ഷമിച്ചാൽ കൂലി കിട്ടും. കൂലി കിട്ടുന്നതിന്റെ കൂടെ തന്നെ ആ കുടുംബജീവിതം നല്ലോണം മുന്നോട്ട് പോവുകയും ചെയ്യും. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും നല്ല ഭർത്താവ്, ഏറ്റവും നല്ല ഭാര്യ ആരാ? അത് പരസ്പരം ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവരൊക്കെയാണ്. ദേഷ്യം സ്വാഭാവികമാണ്, ആ ദേഷ്യം നിലനിർത്തി പോവലല്ല. അത് അതിന്റെ ഉടനെ ഉള്ള അടുത്ത സമയത്തിൽ അത് പരിഹരിക്കണം. ആ ദേഷ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് പരമാവധി ആ ഒരു അവസ്ഥയിലേക്ക് ഇനി ആവർത്തനം ഉണ്ടാവാതെ ക്ഷമയോടുകൂടെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇമാം ഗസാലി അവിടുത്തെ ഇഹ്യാഇൽ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ സബറ അലാ സുഇ ഖുലുഖി ഇംറഅതിഹി അഅതാഹു അല്ലാഹു മിനൽ അജ്രി മിസ്ല മാ അഅതാ അയ്യൂബ അലൈഹിസ്സലാം അലാ ബലാഇഹി. ഒരാളുടെ ഭാര്യക്ക് ചില സ്വഭാവ വൈകല്യങ്ങളുണ്ട്. ചിലപ്പോൾ അനുസരണകേടായിരിക്കാം, അല്ലെങ്കിൽ തർക്കുത്തരം പറയലായിരിക്കാം. തർക്കുത്തരം ഇപ്പം എന്തായാലും ഏത് പെണ്ണും കുറച്ചൊക്കെ പറഞ്ഞിരിക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാവിന് അങ്ങനത്തെ ഒരു കോഴ്സ് ജന്മനാൽ പാസ്സായി വരുന്നവരാണ്. സ്ത്രീകൾ സ്വഭാവത്തിൽ ഏറ്റവും കൂടുതൽ അവരെ ഒരു വൈകല്യത്തോടു കൂടെ കാണപ്പെടുന്നത് അവരുടെ വർത്തമാനത്തിലായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഒരു ദേഷ്യം പിടിപ്പിക്കുന്ന പറയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത് സ്വാഭാവികമാണ്. അതായിക്കൊള്ളണമെന്നില്ല, മറ്റേതെങ്കിലും സ്വഭാവങ്ങളായിരിക്കും. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയിൽ നിന്നും അവളുടെ മോശം സ്വഭാവം സഹിച്ചാലാണ് ഈ വിവാഹ ജീവിതം നിലനിന്ന് പോവൂ എന്ന ഒരു അവസ്ഥ ഒരു ഭർത്താവ് ക്ഷമയിലൂടെ കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ ആ മനുഷ്യനെ അള്ളാഹു ആദരിക്കാണ്. ഏതുപോലെ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് 18 വർഷം അള്ളാഹു തആല കൊടുത്ത രോഗത്തിൽ ആ മഹാൻ ക്ഷമിച്ചപ്പോൾ കൊടുത്ത കൂലി എന്തോ, ആ കൂലി കൊണ്ട് അള്ളാഹു ഈ മനുഷ്യനെ ആദരിക്കുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ നേരെ തിരിച്ചും പറഞ്ഞിട്ടുണ്ട്, വമൻ സബറത് അലാ സൂഇ ഖുലുഖി സൗജിഹാ അഅതാഹ അല്ലാഹു മിസ്ല സവാബി ആസിയാ ഇംറഅത്തി ഫിർഔൻ. ഒരു ഭർത്താവിന്റെ ദുശീലങ്ങളിലും ദുശാഠ്യങ്ങളിലുമാണ് ഭാര്യ ക്ഷമിക്കുന്നതെങ്കിൽ ഫറോവയുടെ ഭാര്യയായ ആസിയ റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു കൊടുത്ത കൂലിയാണ് നൽകാ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആസിയ ബീവിക്ക് കൊടുത്ത കൂലി ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ആസിയ ബീവിയുടെ കൂലി
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. അസിയ റളിയല്ലാഹു അൻഹയുടെ അവസാന നേരത്തെ വിലാപ വാക്കുകൾ, പ്രാർത്ഥനയിലൂടെ ഒഴുകി വന്ന ആ വാഗ്ദോരണികൾ അള്ളാഹുവിന്റെ ഖുർആന്റെ ആയത്താണ്. ലോകത്ത് ഓരോ പെണ്ണും കേൾക്കേണ്ട, അവൾക്ക് കിട്ടുമെന്ന് റസൂലുള്ളാഹി വാഗ്ദാനം ചെയ്ത ആ കൂലിയാണ് ഈ പറഞ്ഞത്. ആരാണ് മഹദി അവറുകൾ? ഈമാൻ എന്ന് എപ്പോഴും നമ്മൾ പറയുകയും കേൾക്കുകയും ആഗ്രഹിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ആ മഹത്തായ മധുരം എന്തോ. ഈമാൻ എന്താ? ഈമാൻ എന്ന് പറഞ്ഞ ആസിയ ബീവിയാണ്. ഇൽമെന്ന് പറഞ്ഞ എന്താ? ഇൽമെന്ന് പറഞ്ഞ ശംസുൽ ഉലമ എന്നൊക്കെ പറഞ്ഞു പോകുന്ന പോലെ, ഇൽമെന്ന് പറഞ്ഞാൽ മഹാനായ ശൈഖ് മുഹ്യിദ്ദീൻ തങ്ങളാണെന്ന് പറയുന്ന പോലെ, ഇൽമെന്ന് പറഞ്ഞാൽ മഹാനായ ഇമാം ഷാഫിഈ ആണെന്നൊക്കെ പറയുന്ന പോലെ, ആ ഇൽമിനോട് അവരുടെ ജീവിതം ബന്ധപ്പെട്ട് നിൽക്കുന്നതിനെ താരതമ്യം ചെയ്തുകൊണ്ട് ഇൽമെന്ന് പറഞ്ഞാൽ അതാണ്. ഇൽമെന്ന് ഞാൻ ഒരിക്കൽ കേട്ടിട്ടുണ്ട് കാളമ്പാടി സ്ഥാനെ പറ്റി, അള്ളാഹു അവിടുത്തെ ഖബർ വെളിച്ചമാക്കട്ടെ, ഒരാൾ പറയുന്നത് ഇൽമെന്ന് പറഞ്ഞാൽ കാളമ്പാടിയാണ്. അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഉസ്താനെ കാണുന്നതിനൊക്കെ കുറെ കാലങ്ങൾക്ക് മുമ്പ് അങ്ങനെ കേട്ടിട്ടുണ്ട്. അള്ളാഹു പറയുന്നു ഈമാൻ എന്ന് പറഞ്ഞാൽ ആസിയയാണ് റളിയല്ലാഹു. وضرب الله مثلا للذين آمنوا امرأة فرعون. ഫിർഔനിന്റെ ഭാര്യയെ അല്ലാഹു ഈമാനിന്റെ ഉദാഹരണമാക്കി എന്ന് ഖുർആൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ ആസിയ റളിയല്ലാഹു. ഇവിടെ ആസിയ എന്ന് പോലും പറഞ്ഞില്ല റളിയല്ലാഹു അൻഹ, ഇംറഅത്ത ഫിർഔൻ എന്നാ പറഞ്ഞത്. ആസിയ എന്ന് പറഞ്ഞാൽ 3-4 അക്ഷരത്തിൽ ആ പരിപാടി തീർന്നേനെ. മുഅ്ജിസായ ഖുർആൻ ഇംറഅത്ത് ഫിർഔൻ എന്ന 2 പദങ്ങളാ കൊണ്ടുവന്നത്, 2 വാക്കുകളാ കൊണ്ടുവന്നത്. ഒറ്റ വാക്കിൽ തീരുമായിരുന്നു ആസിയ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ. പക്ഷേ ഫറോവയുടെ പീഡനങ്ങളും താടനങ്ങളും അയാളുടെ കീഴിൽ വിശ്വാസം നിലനിർത്തി ജീവിക്കേണ്ടി വരുന്ന അവസ്ഥകളും എല്ലാം ഈ പ്രയോഗത്തിലുണ്ട്. ഫറോവയുടെ ഭാര്യ എന്ന് പറയുന്നതിലുണ്ട്. സാക്ഷാൽ ഫറോവയുടെ ഭാര്യയാണ് ഈമാന്റെ ഉദാഹരണമെന്ന് ഖുർആൻ. എന്താണ് ഫറോവയുടെ ഭാര്യയുടെ പ്രത്യേകത? അവരുടെ മരണനേരത്ത് ഏറ്റവും വലിപ്പമുള്ള മനുഷ്യർക്ക് ഉയർത്താൻ കഴിയുന്ന ആ പരിസരത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ദൃഢമായ ഒരു കല്ല് ഉയർത്തിപ്പിടിച്ചിരിക്കാം. നഗ്നയായി പഴുത്ത തകിടിലോ അല്ലെങ്കിൽ മണൽത്തിട്ടിലോ മലർത്തി ക്രൂശിക്കപ്പെട്ട് കൈകാലുകളിൽ ആണിയടിച്ച് മലർത്തി വിടർത്തി വെച്ചിരിക്കുന്ന ആ പവിത്രമായ ശരീരത്തിലേക്ക് ഈ കല്ലിട്ട് വേണം കൊല്ലാൻ. മഹാന്മാരായ മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, മഹദി അവറുകൾ ജീവനോടെ സ്വർഗത്തിൽ പോയിട്ടുണ്ട് എന്ന് പോലും. ഇബ്നു കസീറൊക്കെ പരിശോധിച്ചാൽ നമുക്ക് ഇത്തരം വസ്തുതകളൊക്കെ ധാരാളം ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതൊക്കെ കാണാൻ കഴിയും. അതല്ല, അവിടുത്തെ റൂഹ് നേരത്തെ അള്ളാഹു എടുത്തു ആ ശരീരത്തിൽ, ആ മയ്യത്തിലാണ് ആ കല്ല് ചാടിയത് എന്ന് പോലും പറയുന്നുണ്ട്. ഇങ്ങനെ അനുഭവിച്ച ഒരു പെണ്ണിന് കിട്ടുന്ന കൂലി എന്തോ, ആ പെണ്ണിന് മാത്രമെന്ന് കൊടുത്ത അള്ളാഹു കൊടുത്ത കൂലി എന്തോ, അതായിരിക്കും ഭർത്താവിന്റെ ദുശ്ശാഠ്യങ്ങളിലും ദുസ്വഭാവങ്ങളിലും പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന പെണ്ണിന് അള്ളാഹു നൽകാ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ ഇങ്ങനെയും കൂലി കൊടുക്കുന്നത്? ഈ കൂലി ഇങ്ങനെ കൊടുക്കാൻ കാരണം എന്താ? ആ കൂലി കൊടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല, അത്രയും മൂല്യമുള്ള കൂലി കൊടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല, ഒരു വിവാഹ ജീവിതം മുന്നോട്ട് നന്നായിട്ട് പോകണം. ഇത് അള്ളാഹ് ആഗ്രഹിക്കുന്ന കാര്യത. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസിയ റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിലേക്ക് ആ കല്ല് വീഴുന്നതിന് മുന്നേ, മരണത്തിന്റെ മുന്നേ ഉള്ള പ്രാർത്ഥന, قالت رب ابن لي عندك بيتا في الجنة. അല്ലാഹു അവന്റെയും അസിയ റളിയല്ലാഹു അൻഹയുടെയും ഇടയിലുള്ള മറയങ്ങ് മാറ്റിയതോടുകൂടെ സ്വർഗം കാണാൻ കഴിഞ്ഞെന്ന. അപ്പൊ കണ്ടു പടച്ചവന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ.
സ്വർഗം വേണമെന്നല്ല പറഞ്ഞത്, നിന്റെ അടുക്കൽ വേണമെന്നാണ്. എന്നിട്ട് സ്വർഗ പറഞ്ഞത്. അള്ളാഹുടെ അടുപ്പം, അള്ളാഹുവിനോടുള്ള സാമീപ്യവും സാന്നിധ്യവും ആഗ്രഹിച്ചതിന് ശേഷമാണ് സ്വർഗം പറഞ്ഞത്. റബ്ബി ബിനിലി ഇൻദക, നിന്റെ അടുത്ത് വേണം എന്നാദ്യം പറഞ്ഞു. എന്ത് വേണം? ബൈത്തൻ, ഒരു വീട് വേണം. ഫിൽ ജന്നത്തി രണ്ടാമതാ പറഞ്ഞു. സ്വർഗം പിന്നെയാ പറഞ്ഞത്. സ്വർഗത്തിലായാ കൊള്ളാം. ഈ രീതിയിൽ മഹദി അവர்கள் സ്വർഗത്തെക്കാളും അള്ളാഹുവിന്റെ സമീപം എന്നതിന് പ്രാധാന്യം കൊടുത്തത് മുഫസ്സിരിങ്ങൾ എടുത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചിന്തിക്കുകയും ഇങ്ങനെ ജീവിക്കുകയും ചെയ്ത പെണ്ണിന് അള്ളാഹ് കൊടുത്ത പരിഗണനയും പ്രതിഫലവുമാണ് ഭർത്താവിന്റെ ദുശാഠ്യങ്ങളിലും ദുശീലങ്ങളിലും സഹിച്ച് ക്ഷമിച്ച് ഈമാനോടുകൂടെ മുന്നോട്ട് പോകുന്ന ഭാര്യക്കെന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഇഹ്യാഇലുണ്ട് ഹദീസ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും ഭർത്താക്കന്മാരോടായാലും ഭാര്യമാരോടായാലും രണ്ടു കൂട്ടരും നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചേ പറ്റൂ. ഈ ഒരു നിലപാടിലാണ് ഇസ്ലാം ഓരോ വിവാഹ ജീവിതങ്ങളുടെയും തകർന്ന് താറുമാറാകുന്ന പ്രയാസങ്ങളെ തകരാതെ പിടിച്ചു നിർത്തുന്ന തത്വങ്ങളെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി കണ്ടോളൂ, അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്തുൻ നിസാഇന്റെ 19-ാമത്തെ ആയത്ത്. അത്ഭുതപ്പെടുത്തുന്ന ഒരു അധ്യായമാണ് സൂറത്തുൻ നിസാ. സ്ത്രീകൾ എന്നാണ് അതിനർത്ഥം തന്നെ. സൂറത്തുൻ നിസാ, വനിതകൾ എന്ന് പറഞ്ഞിട്ടൊരു അധ്യായ ഖുർആനിലുള്ളത്. വനിതയായ മറിയം റളിയല്ലാഹു അൻഹയുടെ പേരിൽ സൂറത്ത് മറിയം എന്നൊരു അധ്യായമുണ്ട്. ഇങ്ങനെ വനിതകളെ പരിഗണിക്കുന്ന, ഭാര്യയെ പരിഗണിക്കുന്ന, പെണ്ണിന്റെ അവകാശങ്ങളെ കൃത്യമായി വിശകലനം ചെയ്യുന്ന അധ്യായമാണ് സൂറത്തുൻ നിസാ. സ്ത്രീകൾ, വനിതകൾ എന്ന് പറയുന്ന അധ്യായത്തിന്റെ ആയത്തുകൾ എത്ര മനോഹരമായ കുടുംബ ജീവിതത്തിന്റെയും വൈവാഹിക സഞ്ചാരത്തിന്റെയും എല്ലാ കാര്യങ്ങളെയും വസ്തുനിഷ്ഠമായി ചർച്ച ചെയ്തു പോകുന്ന ആയത്ത്. അല്ലാഹുവിന്റെ ഖുർആൻ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ യഹില്ലു ലക്കും അൻ തരിസുൻ നിസാഅ കർഹാ ولا تعضلوهن لتذهبوا ببعض ما آتيتموهن إلا أن يأتين بفاحشة مبينة وعاشروهن بالمعروف فإن كرهتموهن فعسى أن تكرهوا شيئا ويجعل الله فيه خيرا كثيرا. അല്ലാഹുവേ, ഈ ആയത്തിൽ എന്തോരം കാര്യങ്ങളാണ് പറയുന്നത്, എത്രയോ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട ആ ഭാഗം മാത്രം ഞാൻ ഉദ്ധരിക്കാണ്, സമയദൈർഘ്യത ഭയന്നുകൊണ്ട്. അല്ലാഹു പറയുന്നു, പുരുഷരെ, ആണുങ്ങളെ, വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ മാന്യമായി അവരുമായി സമ്പർക്കത്തിലേർപ്പെടണം. നിനക്ക് എല്ലാം പറയാനുള്ള അവകാശം അവളോട് ഉണ്ട് എന്ന ഒരു ധാരണ നിനക്കുണ്ടെങ്കിൽ ആ ധാരണ തിരുത്തണം. എല്ലാം പറയാൻ അവകാശമുണ്ടോ? ഉണ്ട്. മാന്യമായത് ഡീസന്റ് ആവണം. പെണ്ണിന്റെ മുന്നിൽ ഡീസന്റ് ആവണം. ആദരവ് പിടിച്ചു പറ്റല ആണത്വം, അടിച്ചമർത്തലല്ല. മഹാന്മാരായ നമ്മുടെ ഉസ്താദുമാരും മഹത്തുക്കളൊക്കെ പഠിപ്പിച്ചത് അങ്ങനെയാ. ആദരവ് പെണ്ണിന് നിന്നോട് തോന്നുന്ന രൂപമായിരിക്കണം. നിന്റെ വേഷവും കോലമൊക്കെ അങ്ങനെ ആയിരിക്കണം. നിന്റെ നിലപാടുകൾ അങ്ങനെ ആയിരിക്കണം. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, മാന്യമായി അവരുടെ കൂടെ നിങ്ങൾ ജീവിക്കണം. സമ്പർക്കത്തിൽ നിനക്ക് മാന്യത വേണം, വൃത്തിയിൽ നിനക്ക് മാന്യത വേണം, വസ്ത്രധാരണയിൽ നിനക്ക് മാന്യത വേണം, സംഭാഷണത്തിൽ മാന്യത വേണം, പെരുമാറ്റത്തിൽ മാന്യത വേണം, നിന്റെ ചിരിയിൽ പോലും മാന്യത വേണം, വർത്തമാനത്തിൽ അശ്ലീലമായത് കടന്നു വരരുത്. എത്രയോ രീതിയിലാ ഖുർആൻ പറയുന്നു. പെണ്ണെല്ലാം കേൾക്കാം, പെണ്ണെല്ലാം കേൾക്കും, സഹിക്കുകയൊക്കെ ചെയ്യും. മാന്യതയെ നിലനിർത്തണം. നല്ല ഭർത്താക്കന്മാരുടെ ലക്ഷണങ്ങളെ പറയുന്നത്. അള്ളാഹു അതിൽ നമ്മെ ചേർക്കട്ടെ. പെണ്ണിന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും വെറുപ്പുള്ളത് നിനക്ക് അനുഭവപ്പെട്ടാൽ, പെണ്ണിന്റെ ഭാഗത്ത് എന്തെങ്കിലും വെറുപ്പോ അല്ലെങ്കിൽ ഇഷ്ടക്കുറവുള്ളതൊക്കെ അവളുടെ ഭാഗത്ത് നിനക്ക് ബോധ്യപ്പെട്ടാൽ നീ എന്ത് ചെയ്യണം? ആ സമയത്ത്
ഫഅസാ അൻ തക്റഹു ശൈഅൻ വയജഅല അല്ലാഹു ഫീഹി ഖൈറൻ കസീറ. അതിന്റെ പേരിൽ നിരാശപ്പെടരുത്. അള്ളാഹു ആ പെണ്ണിൽ തന്നെ ഇപ്പൊ നിനക്ക് വിഷമവും വെറുപ്പും തോന്നിയ കാര്യമല്ലാത്ത മറ്റൊരു പോസിറ്റീവായിട്ടുള്ള വേറെ ഒരു ഗുണം ആ പെണ്ണിൽ അള്ളാഹു ഇതിന്റെ കൂടെ വെച്ചിട്ടുണ്ടെന്ന ബോധം നിന്നിലുണ്ടാവണം. ഒരു പെണ്ണില് ഒരു പോരായ്മ കാണപ്പെടുന്നുവെങ്കിൽ ഇവര് ജീവിക്കണമല്ലോ, ഇവർ ആരുടെയെങ്കിലും കൂടെ സംതൃപ്തിയോടുകൂടെ ജീവിച്ചു പോവാനുള്ളൊരു സംവിധാനം അള്ളാഹുവിടെ വെക്കണ്ടേ. പിതാവങ്ങ് കൊടുത്ത് ഏൽപ്പിച്ച് പറഞ്ഞയച്ചാൽ പിന്നെ ആ പിതാവിന് മരണം വരെ ആശ്വസിക്കാൻ സുരക്ഷിതമായ കൈത്തണ്ടുകളിൽ ആ പൊന്നുമോളെന്ന അവസ്ഥ ലോകത്തുണ്ടാവണമെങ്കിൽ അള്ളാഹു ഇവരിൽ തന്നെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ട്. എന്താണ് പ്രത്യേകത? ഖുർആൻ പറയുന്നു, അവരിൽ എന്തെങ്കിലും വെറുപ്പുള്ള അനുഭവം നിന്നിലുണ്ടെങ്കിൽ നീ അതിന്റെ പേരിൽ നിരാശപ്പെടരുത്. ആ വെറുപ്പുള്ള അവരുടെ പോരായ്മയ്ക്ക് പകരമായ ഒരു ഖൈർ അള്ളാഹു അവരിൽ വെച്ചിട്ടുണ്ട്. ഖൈറല്ല, ഖൈറുൻ കസീറ വെച്ചിരിക്കുന്നത്. പെണ്ണ് ഐശ്വര്യമാ, ദീനീ നിഷ്ഠയുള്ള പെണ്ണ് ഐശ്വര്യമാ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അത്രത്തോളം ഈ ബോധവൽക്കരണം, ഇസ്ലാം നൽകുന്ന ആത്മീയ ബോധവൽക്കരണം പല കുടുംബ ജീവിതത്തിനും അനിവാര്യമായി വരികയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ചുരുക്കുകയാണ്. അള്ളാഹു പെണ്ണിനെ പടച്ചതിൽ ഉള്ള ഒരു പ്രത്യേകത തന്നെ കണ്ടോ? പെണ്ണിനെ അള്ളാഹ് പടച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേകത കണ്ടോ? സ്വഹീഹ് മുസ്ലിം ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ രേഖപ്പെടുത്തുന്നു റളിയല്ലാഹു അൻഹു. ഹദീസ് കണ്ടോ? മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് പെണ്ണിനെ അള്ളാഹു പടച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ പ്രത്യേകത. عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم لا يفرق مؤمن مؤمنة إن كره منها خلقا رضي منها آخر. ഹബീബ് പഠിപ്പിക്കുന്നു, ഒരു പെണ്ണിൽ നിന്നും, ഒരു മൂമിനത്തായ പെണ്ണിൽ നിന്നും മൂമിനായ മനുഷ്യൻ കോപിച്ചു പോവുകയാണ്. അവളുടെ പെരുമാറ്റത്തിലോ വർത്താനത്തിലോ ഒക്കെ മൂമിനത്തായ പെണ്ണിനോട് മൂമിനായ ഭർത്താവിന് ദേഷ്യമോ കോപമൊക്കെ വരും. കരിഹ മിൻഹാ ഖുലുഖ, അവളുടെ ഒരു സ്വഭാവം എപ്പോഴും ദേഷ്യം പിടിപ്പിക്കുന്ന. എന്നാൽ റസൂൽ പറയാണ് റളിയ മിൻഹാ ആഖർ, മറ്റൊരു സ്വഭാവം ഇവനെ തൃപ്തിപ്പെടുത്താനുള്ളത് അള്ളാഹു അവളിൽ വേറെ വെച്ചിട്ടുണ്ടെന്ന് മുഹമ്മദ് റസൂൽ. അപ്പൊ നെഗറ്റീവ് മാത്രം കണ്ടിട്ട് പോവല്ലേ, അവളിൽ പോസിറ്റീവും ഉണ്ട് എന്ന ബോധം നിന്നിൽ ഉണ്ടാവണം, നിലനിർത്തണം എന്ന് പഠിപ്പിക്കാണ് സ്വഹീഹ് മുസ്ലിം ഇമാം അഹ്മദിന്റെ മുസ്നദ് റളിയല്ലാഹു അൻഹും ഇത് ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഏതായാലും കുടുംബ കലഹങ്ങളുടെ ആദ്യ അവസരങ്ങളിൽ തന്നെ അള്ളാഹുവിന്റെ ഖുർആൻ ഇടപെടാണ്. കുടുംബ കലഹങ്ങൾ ഇങ്ങനെ വീർപ്പിച്ച് വലിയ വിഷയമാവാതെ ഈ കുടുംബ കലഹങ്ങളുടെ ആദ്യ അവസരങ്ങളിൽ തന്നെ ഖുർആൻ ഇടപെടുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരിക്കൽ ഒരു പെണ്ണ് വരാണ്. ഇബ്നു കസീർ അവിടുത്തെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നത് കാണാം. ഒരു പെണ്ണ് വന്നുകൊണ്ടോ അവള് പറയാണ്, അവളുടെ ഭർത്താവിനെ പറ്റി പറയുകയാണ്, ഭർത്താവ് ഒരു കുത്തു കൊടുത്തു അവളെ എന്ന്. പിച്ചാത്തിക്ക് കുത്തണ കാര്യം അല്ലാട്ടോ ഈ പറഞ്ഞത്. ഭർത്താവ് ഒന്ന് കുത്തി, ഒന്ന് തള്ളി, ഒന്ന് തോണ്ടി. അങ്ങനെ തോണ്ടാൻ പറ്റുമോ? പെണ്ണുങ്ങൾ ശരിക്കും ഏട്ടായും. അവർക്ക് ദേഹം നൊന്നു കഴിഞ്ഞാൽ അവർ ഒട്ടും സഹിക്കൂല, ക്ഷമിക്കൂല. അടുത്ത പ്രതിവിധി എന്താണെന്നുള്ളത് അവർ അന്വേഷിക്കും. ഒരിക്കലും അടിച്ചും വേദനിപ്പിച്ചും ആ ഒരു ഭയം അവരുടെ മനസ്സിൽ നിന്ന് കളയാതെ, അടിക്കാതെയും അവരെ വേദനിപ്പിക്കാതെയും പരമാവധി ഒന്ന് പിടിച്ചു നിൽക്കുക എന്നത് ഒരു ധീരതയാണ്. അങ്ങനെ ഒരു ധീരത അതെല്ലാം ഒരു വാണിങ്ങിൽ മാത്രമേ നിൽക്കാവൂ. എത്രത്തോളം മനുഷ്യന്റെ ആയുസ് തീർന്നത്രത്തോളം അത് വലിയൊരു ധീരതയാണ്. ഏറ്റവും വലിയ ധീരൻ കോപം വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയുന്നവനാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വെറുതെ ഒന്നുമില്ല. ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്. ഏതായാലും ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ ഭർത്താവ് എനിക്കൊരു കുത്തു തന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖിസാസ്. പെണ്ണെ, നിന്നെ എവിടെയാ കുത്തിയത്? ഇന്ന സ്ഥലത്താ നബിയെ. പെണ്ണെ, നിന്നെ അവൻ എന്ത് വെച്ചാ കുത്തിയത്? ഇന്ന സാധനം വെച്ച്. എന്നാൽ നീ പോയിട്ട് അവനെ തിരിച്ചു കുത്തണേ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയാണോ കുത്തു കിട്ടിയത് അവിടെ തന്നെ നീ അതുപോലെ അതേ സാധനം വെച്ച് കുത്തിക്കോ, അതാണ് നിയമമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പെണ്ണങ്ങോട്ട് പോയി തുടങ്ങിയപ്പോഴേക്കും മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ അങ്ങ് ഓതിക്കൊടുക്കുകയാണ്.
അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പെണ്ണിനെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, പെണ്ണെ, ഞാൻ പറഞ്ഞതിന് ഒരു തിരുത്ത് വന്നിട്ടുണ്ട്. പരിശുദ്ധ മതത്തിന്റെ പുതിയ നിയമം അതാ വന്നിരിക്കുന്നു. الرجال قوامون للنساء الرجال قوامون على النساء بما فضل الله بعضهم على بعض. ഈ ആയത്ത് അവതരിക്കുന്നത് ഈ സന്ദർഭത്തിലാണെന്ന് മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോ ഇടപെടാം. എല്ലാ സന്ദർഭങ്ങളിൽ ഒപ്പത്തിനൊപ്പം ചെയ്യാൻ നിന്ന വലിയ വിഷയങ്ങളല്ലേ. ഈ ക്ഷമ എന്ന് പറഞ്ഞതൊക്കെ പിന്നെ എപ്പോഴാ പ്രയോഗിക്കാം? കുത്താനും തോണ്ടാനും അനുവാദമില്ല. അനുവാദമുണ്ടോ? ഇല്ല, ഉണ്ടെന്ന് ആരാ പറഞ്ഞു? ഇസ്ലാം അവിടെ കൃത്യമായി ഇടപെടുകയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, പെണ്ണിനെ നിയന്ത്രിക്കേണ്ടതാണ്, കുത്തണം എന്നല്ല. കുത്താൻ, തിരിച്ചു കുത്താൻ പെണ്ണിനോട് അനുവാദമില്ല എന്ന് പറഞ്ഞു. നിന്റെ മേലെ അതിനുള്ള അവകാശം അവനുണ്ടെന്ന് പറഞ്ഞ് അവളെ ബോധ്യപ്പെടുത്തി. അവനോട് പറഞ്ഞു തോണ്ടാനും കുത്താനും പോകല്ലേ. അതിന്റെ വിഷയങ്ങൾ താഴേക്ക് വരുന്നുണ്ട്. ഈ ആയത്ത് താഴേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഈ ആയത്തിന്റെ താഴ്ഭാഗത്ത് അല്ലാഹു പറയുന്നുണ്ട്, വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന ഫഇദൂഹുൻ. ചില പെണ്ണുങ്ങൾ ഉപദേശത്തിന് അർഹരായി വരുന്ന അവസ്ഥയിലേക്ക് അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ കാണപ്പെടാം. അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ എമ്പാടും കാണപ്പെടാം. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ആ പെണ്ണുങ്ങളെ ഫഇദൂഹുന്ന, അവർക്ക് നിങ്ങൾ ഉപദേശം കൊടുക്കണം. എങ്ങനെയാ ഉപദേശിക്കേണ്ടത്? ഫഖൗവിഫൂഹുന്നല്ലാഹ്, അവരോട് അള്ളാനെ പറ്റി പറഞ്ഞ് പേടിപ്പിക്കണം എന്നാ പറഞ്ഞത്. അള്ളാനെ പറ്റി പറഞ്ഞ് പേടിപ്പിക്കണം. അള്ളാനെ പറ്റി പറഞ്ഞ് പേടിപ്പിക്കണം പടച്ചോന്റെ ഭാഗത്തേക്ക്. അത് എങ്ങനെ പറയണം എന്നതിനെ കുറിച്ച് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് കാണാം. അമ്മൽ വഅദു ഫഇന്നഹു യഖൂലു ലഹാ, എങ്ങനെ ഉപദേശിക്കേണ്ടത്? അവളോട് പറയണം, ഇത്തഖീ, പെണ്ണെ നീ പേടിച്ച് ജീവിക്കണം, നീ സൂക്ഷിക്കണം. അല്ലാഹ്, പടച്ചമ്പുരാനെ പേടിച്ച് സൂക്ഷിച്ച് ജീവിക്കണം പെണ്ണെ. ഫഇന്നലി അലൈകി ഹഖാ, പെണ്ണെ നീ എനിക്ക് ഒരുപാട് കടമകൾ ഇങ്ങോട്ട് നിർവഹിക്കേണ്ടവളാണ്. വർജിഇ അമ്മാ ആതി അലൈഹി, നീ ഇപ്പൊ എടുത്തിരിക്കുന്ന ഈ നിലപാടുകളും നിന്റെ ഈ രീതികളും ശരിയല്ല, അതിൽ നിന്ന് നീ ദയവ് ചെയ്ത് മാറി വരണം പെണ്ണെ. നിനക്ക് എന്നോട് ഹക്കുണ്ട്, നല്ലതാക്കി പറയാം. ഒന്ന് പൊക്കി വിട്ടാൽ മതി, ചിലപ്പോ ചില പെണ്ണുങ്ങളൊക്കെ ശരിയായിക്കോളും. അതാണ് അതിന്റെ ഒരു മനഃശാസ്ത്രം. പിന്നെയോ വഅലമി അന്ന ത്വാഅതി ഫർദുൻ അലൈകി, പെണ്ണെ നീ എനിക്ക് വഴിപ്പെടാ എന്നത്, അള്ളാഹ്ക്ക് പൊരുത്തമുള്ള കാര്യങ്ങളിലൊക്കെ നീ എന്നെ വഴിപ്പെടാ എന്നത് നിനക്ക് ഫർളാണ്. അത് ചിലപ്പോ അറിയില്ലായിരിക്കേ. ഒരു തുല്യതയെ പെണ്ണ് സങ്കല്പിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് മിക്ക വിവാഹ ജീവിതത്തിന്റെയും ഇന്നത്തെ തുടക്കങ്ങൾ. കാരണം നമ്മുടെ മക്കൾ പഠിച്ചു വരുന്ന, വളർന്നു വരുന്ന ആ സിറ്റുവേഷനിൽ ഈ തുല്യത, ആണും പെണ്ണും സമമാണ് എന്നൊരു ധാരണ പൊതുസമൂഹത്തിൽ പൊതുവെ ഉണ്ട്. ഒരിക്കലും സമല്ല എന്നുള്ള വിഷയം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിശ്വാസധാരകൾക്ക് യോജിക്കാത്ത ഇത്തരം പൊതുവായ തത്വങ്ങൾ മനസ്സിലേറ്റി വരുന്ന പുതിയ ആളുകളുടെ വൈവാഹിക ജീവിതത്തിന്റെ പല പ്രയാസങ്ങൾക്കും അവരുടെ ഇത്തരം ധാരണകൾ തന്നെയാണ് കാരണക്കാര് എന്ന് നമുക്ക് ബോധ്യമാവാറുണ്ട്. അപ്പൊ ഈ അർത്ഥത്തിൽ പെണ്ണിനെ ഒന്ന് പുകഴ്ത്തിയും ഒന്ന് സോപ്പിട്ട് അവളൊന്ന് ഉപദേശിക്കലാണ് എന്ന തത്വം ഇസ്ലാം ആദ്യമായി മുന്നിൽ വെക്കാണ്. കുടുംബ പ്രശ്നങ്ങളും കലഹങ്ങളും വഴക്കുകളും മാറ്റാൻ സ്നേഹമുള്ള ഭർത്താവാനും സ്നേഹമുള്ള ഭാര്യയാവാനും പരസ്പരം ഈ തത്വങ്ങളെ ജീവിതത്തിൽ കൊണ്ടു നടക്കണം. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് രേഖപ്പെടുത്തുന്നതായി കാണാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത് പറഞ്ഞു വഖ്ജുറൂഹുന്ന ഫിൽ മദാജിഇ, ഈ ഉപദേശങ്ങളിലും നന്നായില്ലെങ്കിൽ അവരെ കിടപ്പറയിൽ മാറ്റി നിർത്താവുന്നതാണ്, അല്ലെങ്കിൽ അവരിൽ നിന്നും മാറി നിൽക്കാവുന്നതാണ്. ഇമാം ഇബ്നു കസീർ ഇതിനെ വിശദീകരിക്കുന്നത് കാണാം. അതായത് അവളുമായുള്ള ശാരീരിക വേഴ്ചകൾ മാറ്റിവെക്കുകയും അതുപോലെ തന്നെ അവളുടെ കൂടെ ഒരു വിരിപ്പിൽ എത്തുക, ഉറങ്ങുക, കിടക്കുക എന്നത് മാറ്റിവെക്കുകയും, ഇനി അഥവാ കിടക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല എന്ന് കിടന്നാൽ തന്നെ പുറംതിരിഞ്ഞ് കിടക്കുക, അവൾ എങ്ങോട്ടാണ് കിടക്കുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് അവഗണിച്ച് കിടക്കുക, ഈ രീതികളൊക്കെ ചെയ്യാമെന്നല്ലാതെ
അവളെ നേരിട്ട് നേർക്ക് നേർ നിന്ന് തല്ലുകയോ ക്രൂശിക്കുകയോ മറ്റുള്ള വിഷയങ്ങളൊന്നും ഇവിടെ പാടില്ല. രണ്ടാമത്തെ മാർഗം ഇതാണ്. ഇനി അവിടെ മിണ്ടാതിരിക്കാവുന്ന സ്വഭാവമൊക്കെ ഉണ്ടാവും. ചിലർ പറയാറുണ്ട്, ഭർത്താവിനോട് ഒരിക്കലും ഒരു സഹോദരി വിളിച്ച് പറഞ്ഞു 6 മാസമായി അവരുടെ ഭർത്താവിനോട് മിണ്ടിയിട്ട്. അള്ളാഹു ചിന്തിക്കാനും മനസ്സിലാക്കാനുള്ള ബോധം എല്ലാവർക്കും നൽകട്ടെ. 6 മാസമായി. വേറെ ഒന്നുമല്ല, അവര് ഒരിക്കൽ ഇഷ നിസ്കരിക്കാൻ ഒതുവൊക്കെ എടുത്തിരിക്കുന്ന നേരത്ത് ഭർത്താവ് കുറച്ച് സാധനങ്ങളുമായി വീട്ടിലേക്ക് വന്നു. എന്തോ മീനോ മത്സ്യമോ എന്തോ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇപ്പൊ തന്നെ ശരിയാക്കുന്നുണ്ട്. പറഞ്ഞു, ഞാനൊന്ന് നിസ്കരിച്ച് കഴിഞ്ഞിട്ട് പോരാൻ എന്തോ തിരിച്ചു ചോദിച്ചു. അത് അദ്ദേഹത്തിന് ഇഷ്ടമായില്ല എന്ന ഒരു മുൻകോപിയാണ്. ഈ വിഷയം പറഞ്ഞ ആ സഹോദരി ഒരിക്കൽ സങ്കടം അറിയിച്ചതായി ഓർക്കുന്നു. അള്ളാഹു അവരുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ എല്ലാ സന്തോഷവും തന്നനുഗ്രഹിക്കട്ടെ. അവരെ നിശേഷം അവഗണിച്ച് കളയാതെ മിണ്ടാതിരിക്ക എന്നതിൽ പോലും ഇസ്ലാം വെച്ചിരിക്കുന്ന മാനദണ്ഡങ്ങള്, ആ ഒരു രീതിയെ നമ്മൾ അവലംബിക്കുമ്പോൾ നമ്മൾ അവിടെ 3 ദിവസത്തിനപ്പുറം ആവരുത് എന്ന് പ്രത്യേകം പറഞ്ഞത് അന്യരായ 2 സഹോദരങ്ങളുടെയും സഹോദരിമാരുടെ ഇടയിലാണ്. പക്ഷെ സ്വന്തം കുടുംബത്തിൽ ഭാര്യയായിട്ട് 3 ദിവസത്തിനപ്പുറം മിണ്ടാതിരിക്കുക എന്നുള്ള അവസ്ഥയൊക്കെ പരമാവധി അതൊക്കെ കടന്നു പോവാതെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കിടപ്പറയിൽ അവരെ വിലങ്ങാം, അവരെ മാറ്റി നിർത്താം, അല്ലെങ്കിൽ അവരിൽ നിന്ന് മാറി നിൽക്കാം. മൂന്നാമത് പറഞ്ഞത് അവരെ തല്ലാമെന്നാണ്. അവിടെ തന്നെയുണ്ട്, അവിടെ പറഞ്ഞിരിക്കുന്നത് തല്ലുക എന്നുള്ളത് തൊലിയിൽ അടയാളം വരാത്ത രീതിയിൽ തല്ലണം എന്നല്ല അതിനർത്ഥം. ഈ തല്ലൽ എന്ന് പറഞ്ഞത് ആലങ്കാരിക പ്രയോഗമാണെന്ന് പോലും ചില മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. തല്ലാം എന്ന് പറഞ്ഞാൽ തല്ലണം എന്നല്ല അതിനർത്ഥം. തല്ലാം എന്നത് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നതും കാണാം, വല്ലർബു മുബാഹും വതർക്കുഹു അഫ്ദലു. അടിക്കാമെന്നത് അനുവദനീയമൊക്കെയാണ്, പക്ഷെ അത് അടിക്കാതിരിക്കലാണ് അഫ്ദൽ, ഏറ്റവും പുണ്യം എന്ന് പറയുന്നു. അത്രത്തോളം ആ പറഞ്ഞ കാര്യത്തിൽ പിൻവലിച്ച പോലെയാണ്. അപ്പോൾ അടിച്ചമർത്തലല്ല. കാരണം എന്തെന്നറിയോ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം കണ്ടോ. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ അന്നഹാ ഖാലത്ത് മാ ളറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശൈഅൻ ഖത്തു ബിയദിഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ പുന്നാര കൈകൊണ്ട് ഒന്നിനെയും അടിച്ചിട്ടില്ല. എടുത്തു പറഞ്ഞു, വലം റഅത്തൻ, ഒരു ഭാര്യമാരെയും അടിച്ചിട്ടില്ല, വലാ ഖാദിമൻ, ഒരു ജോലിക്കാരനെയും അടിച്ചിട്ടില്ല. ഇനി വല്ല യുദ്ധത്തിനെങ്ങാനും സംഭവിച്ചെങ്കിലേ ഉള്ളൂ, അപ്പോഴും ഭാര്യയെ തല്ലിയിട്ടില്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാന്യത ഇതായിരുന്നു. സ്വഹീഹ് മുസ്ലിം ഇത് രേഖപ്പെടുത്തുന്നത് കാണാം. പിന്നെ മറ്റൊരു ഹദീസ് കണ്ടു, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത് കാണാം. അന അബ്ദുല്ലാഹി ഇബ്നു സമ്അ عن النبي صلى الله عليه وسلم قال لا يجلد احدكم امراته جلد العبد. അടിമേനെ തല്ലുന്ന പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള അടിച്ചമർത്തലിന്റെ അടിപ്രയോഗങ്ങൾ സ്വന്തം ഭാര്യയോട് നിങ്ങളാരും ചെയ്യല്ലേ. എന്നിട്ട് കുറെ ദിവസം കഴിയുമ്പോൾ അവളുമായി ശാരീരിക ആവശ്യം നിർവഹിക്കാൻ നീ അവളെ തന്നെ സമീപിക്കുകയും ചെയ്യല്ലേ. ഇത് രണ്ടും കൂടി ഒരാളിൽ വരാ എന്നത് വളരെ അധികം മോശമായ അവസ്ഥയാണ്. നീ ആ ആവശ്യത്തിന് മാത്രം അവളെ സമീപിക്കുക, എന്നിട്ട് നീ അവളെ തല്ല. ഈ അവസ്ഥ ഒരിക്കലും ഒരു മാന്യതയല്ലെന്നും അതൊരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നും കർക്കശ കണിശിത ഭാഷയിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് ഹദീസ് കാണാം. മറ്റൊരു ഹദീസ് ഉണ്ടല്ലോ, ബുഖാരിയിലും മറ്റുമൊക്കെ കാണാം, ഖിയാറുക്കും ലിനിസായിക്കും, നിങ്ങളിൽ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് നിന്റെ പെണ്ണിന് ചെയ്യുന്ന നന്മയും നിന്റെ പെണ്ണാണ് നീ ഏറ്റവും വലിയ നന്മയുള്ളവനെന്ന് പറയേണ്ടതും എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ധാരാളം ഹദീസുകളൊക്കെ. ഇന്നത്തെ കുടുംബ ജീവിതവും വിവാഹ ജീവിതവും ഒക്കെ പല പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കുറെ വസ്തുതകൾ നമ്മുടെ മുന്നിൽ ഉണ്ട് എന്ന ബോധം എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉണ്ടാവണം. ഒരു ഹദീസ് കണ്ടോ, ഇമാം അബൂദാവൂദ് ഹാക്കിം റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്നതായ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അൻ ഇയാസ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബീ ദുബാബ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തദ്രിബു ഇമാ അല്ലാഹ്. അള്ളാഹുവിന്റെ അടിമ സ്ത്രീകളെ, അതായത് മുസ്ലിം കുടുംബത്തിലുള്ള പെണ്ണുങ്ങളെ, വനിതകളെ നിങ്ങൾ തല്ലല്ലേ എന്ന ആണുങ്ങളോട് പ്രത്യേകം പറയാണ്. അള്ളാഹിന്റെ അടിമകളാണ് അവര് തല്ലല്ലേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പറയുമ്പോൾ ഹബീബിന്റെ മുന്നിലേക്ക് ഓടി വന്നു. ഫജാഅ ഉമർ റളിയല്ലാഹു അൻഹു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
എന്നിട്ട് പറഞ്ഞു, നബിയെ പെണ്ണുങ്ങൾ തലയെ കയറാണ് നബിയെ, ഈ ഹദീസ് പിൻവലിക്കുമോ എന്ന് പറഞ്ഞാൽ ഇതിനൊരു പ്രതിവിധി വേറെ പറയും. പെണ്ണുങ്ങൾ ഈ ഹദീസ് അങ്ങോട്ട് കേട്ടിട്ട് തലയെ കയറാണ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോഴാണ് ഈ പറഞ്ഞതിലൊരു വിട്ടുവീഴ്ച കൊടുത്തത്. ചിലപ്പോൾ തല്ലണ്ട, ചിലത് 2 കൊണ്ടാലേ നന്നാവുള്ളൂ, അത് കിട്ടേണ്ട സമയത്ത് കിട്ടിയാലേ നന്നാവുള്ളൂ. അങ്ങനെയുള്ളതിന് കൊടുക്കാനും കിട്ടാനും കുറവ് വരാനും പാടില്ല. അത് ഇതിന്റെ കൂടെ മനസ്സിലാക്കുകയും വേണം. അല്ലാതെ പെണ്ണ് ചീത്തയാവാനും പെണ്ണ് വഷളാവാനും വേണ്ടിയിട്ടല്ല ഇത് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിലതിന് കൊടുക്കേണ്ട സന്ദർഭം ഉണ്ടെങ്കിൽ കൊടുക്കലും കിട്ടലും നിർബന്ധമാണെന്നുള്ള സാഹചര്യം കൊടുക്കുന്നതിനും അനുവാദം തന്നിട്ടുണ്ട്. അപ്പോൾ അത് അതിര് കടക്കാൻ പാടില്ല, തൊലിയിൽ അടയാളം വരാൻ പാടില്ല എന്ന് പറയുന്ന തല്ലൊക്കെ ഏത് അവസ്ഥയിലുള്ള തല്ലാണ്? കൊതുകിനെ തല്ലിയാൽ പോലും ഉണ്ടാവും അവിടെ ഒരു അടയാളം, ആ അടയാളം പോലും പാടില്ലെന്നാണ്. അപ്പൊ ഇതൊരു ഭീഷണി പോലെ, മുല്ലപ്പെരിയാർ പൊട്ടും എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തിയ പോലെ പൊട്ടൂരിക്ക് അള്ളാഹു പൊട്ടാതെ കാക്കട്ടെ. ഇതിങ്ങനെ ഒരു ഭീഷണി പോലെ, ഒരു പേടി പോലെ ഉള്ളിൽ കൊണ്ട് നടക്കാൻ വേണ്ടി മാത്രം തന്നൊരു അനുവാദം, ഒരു അലങ്കാരം എന്ന് മാത്രമേ അതേക്കുറിച്ച് ആലോചിക്കേണ്ടതുള്ളൂ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരുപാട് വീടുകൾ ഈ ഹദീസിനോട് അനുബന്ധമായി സന്ദർശിക്കേണ്ടി വന്നു. ഒരുപാട് വീടുകൾ സന്ദർശിച്ചപ്പോൾ അവിടെയൊക്കെ ഭർത്താക്കന്മാരെ പറ്റി ഭാര്യമാർക്ക് പരാതി ഉള്ളതായും കാണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ വിഷയത്തിൽ ഈ നിലപാടാണ് എടുത്തിരിക്കുന്നത്. അവരെ തല്ലേണ്ടി വരുന്ന അവസ്ഥകളിൽ പോലും കൃത്യമായി ഇടപെട്ടുകൊണ്ട് വലിയ നിയന്ത്രണമാണ് വെച്ചിരിക്കുന്നത്. എത്രയോ കുടുംബങ്ങളിൽ കലഹങ്ങൾ നടക്കുന്നു. ഇനി കണ്ട് ഞാൻ ഏതായാലും സുദീർഘമാക്കുന്നില്ല. 5 കാര്യങ്ങൾ ഒരു പെണ്ണിൽ കണ്ടാൽ തല്ലാവുന്നതാണെന്ന് പ്രത്യേകം മഹാന്മാരായ നമ്മുടെ അയിമ്മത്ത് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയുന്നു. وأولها ترك الجماع خروجها بلا إذن زوج من محل الإقامة وترك الصلاة ترك زين لنفسها وخامسها ترك الغسل للجنابة. ഈ 5 കാര്യങ്ങൾ, ഈ ബൈത്തിൽ പറഞ്ഞ 5 കാര്യങ്ങളെ ഭർത്താവ് ഭാര്യയെ തല്ലുന്ന വിഷയത്തിൽ പരിഗണിക്കാവുന്നതാണ്. തല്ലണം എന്നും തല്ലിയേ പറ്റൂ എന്നൊന്നും ഇതിനർത്ഥമല്ല. തല്ലിയോടത്തി 5 ഒരു കാരണം ഉണ്ടെങ്കിൽ അവിടെ മതപരമായ ചില വിട്ടുവീഴ്ചകൾ ചെറുതായിട്ട് കണ്ട് ഏത് തരത്തിലുള്ള തല്ലാണെന്നും ഓർമ്മ വേണം. തല്ലാൻ വേണ്ടിയിട്ട് ഇന്ന് ക്ലാസ് എടുത്താലോട്ടെ, ഞാൻ അങ്ങനെ ചിന്തിക്കണ്ട. ചിലർ തല്ല് കൊണ്ടവരുണ്ടാവും, കൊടുത്തവരുണ്ടാവും. അവരൊക്കെ ഇങ്ങനെയാണോ എന്നുള്ളതൊന്ന് ഓർമ്മപ്പെടുത്തലാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഏതായാലും പെണ്ണിനെ ആദരിക്കണമെന്നും ഭർത്താവിനെ പെണ്ണ് തിരിച്ചാദരിക്കണമെന്നും ഈ വിവാഹ ജീവിതത്തിന്റെ വെള്ളരി മുന്നോട്ട് നല്ല രീതിയിൽ പോകണമെന്നും അതിലൊരുപാട് നന്മകൾ പൂത്തുലയണമെന്നും അള്ളാഹുവിന്റെ പ്രമാണങ്ങൾ പറഞ്ഞതാണ് നമ്മുടെ മുന്നിലുള്ള വിഷയം. തല്ലാനും വേർപിരിക്കാനും മൊഴിചൊല്ലാനും ഒന്നും നിരുപാധികം ഇസ്ലാം ഒരാളെയും അനുവദിക്കുന്നില്ല. അതിന്റെ മുന്നോടിയുള്ള അതിന്റെ ആമുഖങ്ങളാണ് ഈ പറയുന്നത്. ഇതെല്ലാം നമ്മുടെ ഖുർആനും ഹദീസും ഒക്കെ ചർച്ച ചെയ്ത ജീവിതത്തിൽ പറയാനും കേൾക്കാനും പകർത്താനും ഒക്കെ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഏതായാലും ഒന്നാമത്തെ കാരണം ശാരീരികമായ അവസ്ഥയിൽ മനഃപൂർവം ഈ ഭർത്താവ് വ്യഭിചരിക്കാൻ പോകേണ്ട അവസ്ഥയിലേക്ക് എത്തും വിധം ലൈംഗിക ആവശ്യങ്ങൾക്ക് സഹകരിക്കാത്ത പെണ്ണാണെങ്കിൽ ഒന്ന് കൊടുക്കാം. കാരണം ഈ ഭർത്താവ് വൈകൃതമായ ചിന്തയിലൂടെ വ്യഭിചാരത്തിലേക്ക് പോകുമെന്ന അവസ്ഥ ഇവള് കാരണം ഉണ്ടാവുകയും അവൾ ഒരെണ്ണം കൊള്ളേണ്ടതാണ്, അവിടെ അനുവാദമുണ്ട്. രണ്ടാമത് പറഞ്ഞത്, ഭർത്താവ് അവളുമായി ജീവിക്കുന്ന ഒരു ചുറ്റുപാടുണ്ട്. ഈ വീട്, അതിന്റെ അപ്പുറത്തെ വീട്, അല്ലെങ്കിൽ ആ ചുറ്റുപാട്, ആ കാണുന്ന ആ ഭാഗം, ആ റോഡിന്റെ അപ്പുറത്തേക്ക്, അത് വിട്ട നമ്മുടെ നാടിന്റെ ഒരു നമ്മൾ ജീവിക്കുന്ന ഒരു പെണ്ണ് ജീവിക്കുന്ന ഒരു ചെറിയൊരു ചുറ്റുപാടുണ്ട്, ഒരു ആവാസ വ്യവസ്ഥ. അതിന്റെ അപ്പുറത്തേക്ക് ഇദ്ദേഹത്തിന്റെ അനുവാദം വേണം. ഈ അനുവാദമില്ലാതെ പോകുന്നിടത്തും നേരത്തെ പറഞ്ഞ അടിയുടെ കാര്യം പരിഗണിക്കാവുന്നതാണ്. മൂന്നാമത്തത്, ഫറള് നിസ്കാരം ഇവൾ ഒഴിവാക്കാണ്, എന്ത് ചെയ്താൽ നിസ്കരിക്കില്ല. അങ്ങനെയുള്ളിടത്തും ഈ പ്രയോഗങ്ങൾക്ക് അനുവാദമുണ്ട്. നാലാമത് പറഞ്ഞത്, ശരീരത്തിന് വൃത്തിയില്ല, കുളിക്കൂല, പല്ല് തേക്കില്ല, ഒരു മെനയും വൃത്തിയില്ലാത്ത പെണ്ണാണെങ്കിൽ അവൾ ആ വൃത്തിയിലേക്ക് വരാൻ വേണ്ടിയിട്ടും ഈ പ്രയോഗം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അഞ്ചാമത്തേത്, ജനാബത്തുണ്ടായി എന്ത് ചെയ്ത കുളിക്കൂല, അങ്ങനെയുള്ള അവസ്ഥയാണെങ്കിൽ ജനാബത്ത് കുളിക്കാനും അവളിൽ ഈ പ്രയോഗങ്ങൾ നടത്താം. നിരുപാധികം തല്ലാമെന്നൊന്നും എവിടെയുമില്ല. തല്ലാം എന്നത് പോലും ആലങ്കാരികമെന്ന അവസ്ഥയിലൂടെ മാത്രം ഒതുക്കിക്കളയാൻ, അല്ലെങ്കിൽ ആ അവസ്ഥയിലേക്ക് അതിനെ മനസ്സിലാക്കാൻ വേണ്ടി സമുദായത്തെ പരിശുദ്ധ പ്രമാണങ്ങൾ കൃത്യമായ ബോധവൽക്കരണങ്ങൾ കൊണ്ട്
വൈവാഹിക ജീവിതത്തിന്റെ സന്തോഷങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് അത് മുന്നോട്ട് ഗമിക്കണം. വഇൻ ഖിഫ്തും ശിഖാഖ ബൈനിഹിമാ ഫബ്അസൂ ഹകമൻ മിൻ അഹ്ലിഹി وحكما من أهلها إن يريدا إصلاحا يوفق الله بينهما إن الله كان عليما خبيرا. പിന്നെയും കുടുംബജീവിതത്തിന്റെ പ്രശ്നങ്ങൾ മുന്നോട്ട് പോകുന്നുവെങ്കിൽ അവളുടെ കുടുംബത്തിൽ നിന്നും അവന്റെ കുടുംബത്തിൽ നിന്നും രണ്ട് നീതിമാന്മാർ ഇരുന്നു കൊണ്ട് പരസ്പരം സംസാരിച്ചൊരു മധ്യസ്ഥയിലൂടെ ഒരു മസ്ലഹത്തിലൂടെ ഈ വൈവാഹിക ജീവിതത്തിന്റെ ഇടയിൽ ഒരുക്കി ഒഴിക്കേണ്ട ഈയവും അതിനെ പരസ്പരം സംയോജിപ്പിക്കേണ്ട സമന്വയിപ്പിക്കേണ്ട തത്വവും ആ കുടുംബത്തോട് പറഞ്ഞും ചെയ്തുമെല്ലാം നടപ്പാക്കി കൊടുക്കൽ, സമൂഹത്തിൽ പ്രബുദ്ധരായ ആളുകൾ ഇതിന് നേതൃത്വം കൊടുക്കൽ, ഒരു സമൂഹത്തിന്റെ ഈ രണ്ട് വ്യക്തികളുടെ അപ്പുറത്തേക്ക് അവരുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന ബാധ്യതയാണെന്ന് പോലും പരിശുദ്ധ ഖുർആൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ സഹായിക്കട്ടെ. അല്ലാഹു നമുക്ക് തന്ന ജീവിതത്തിന് ബറക്കത്ത് നൽകട്ടെ. തൽക്കാലം വിഷയം ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്.